പ്രിയമുള്ളവരെ, വചനജ്വാല 1801 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ആഗസ്റ്റ് 6 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മാതാവിന്റെ സ്വർഗാരോപണത്തിന്റെ 15 നോമ്പ് 6-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം നാം ഇന്ന് വായിച്ച് വിചിന്തനം ചെയ്യുന്നു. 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. യുഗാന്തം. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ജനം, ഗ്രന്ഥത്തിന്റെ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകം ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേലെ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ദാനിയേലായ ഞാൻ നോക്കി, ഇതാ മറ്റു 2 പേർ, ഒരുവൻ അരുവിയുടെ ഇക്കരെയും അപരൻ അക്കരെയും നിൽക്കുന്നു. അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ ഇനി എത്ര കാലം വേണം? അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത് കൈയും ഇടത് കൈയും ആകാശത്തിന് നേരെ ഉയർത്തി, എന്നേക്കും ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു. അത് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിന്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവർത്തിയാകും. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭോ, ഇതിന്റെ എല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോകുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ച് മുദ്ര വെച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രദർശിപ്പിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 വരെ ദിവസമുണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ നീ പോയി വിശ്രമിക്കുക. അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്താൻ
ക്രിസ്തുവിന്റെ ദൗർബല്യത്തിന്റെ നിധാനമായ തിരശീല സ്വൽപ്പമേലത്തേക്കൊന്ന് മാറ്റിവെച്ചു. തന്റെ കുരിശുമരണത്തിന്റെ തലേവർഷം താബോർ മലയിൽ ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടു പോകുകയും അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരം പ്രാപിക്കുകയും മുഖം സൂര്യനെ സമാനം ശോഭിക്കുകയും വസ്ത്രം മഞ്ഞുപോലെ വെളുക്കുകയും മൂശയും ഏലിയാസും അവിടത്തോട് സംഭാഷിക്കുന്നതും കണ്ടു. അപ്പോൾ പത്രോസ് 3 കൂടാരങ്ങൾ നിർമ്മിക്കാം എന്ന് പറഞ്ഞു. ഉടനെ ഒരു മേഘം വന്നു മൂടുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, അവനെ ശ്രവിക്കുവിൻ എന്ന ഒരു സ്വരവും കേട്ടു. ഈശോയുടെ 3 സ്ലീഹന്മാർക്കും സ്വർഗത്തിന്റെ ഒരു കാഴ്ചയും ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ അവസാന സംഭവവുമാണ് ഈ രൂപാന്തരീകരണം. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ഏവർക്കും ഹൃദ്യമായി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശുവിന്റെ രൂപാന്തരീകരണ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു.